കുടുംബജീവിതം നയിക്കുമ്പോൾ പാരൻറ്റിങ് വളരെ നല്ലതാണ്. എങ്ങനെ മക്കളെ വളർത്താമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതിന് ഏറ്റവും നല്ലത് മക്കൾക്ക് ഏറ്റവും മാതൃകാ പുരുഷൻ അല്ലെങ്കിൽ മാതൃക ആയിത്തീരേണ്ടത് രക്ഷിതാക്കളാണ് എന്നുള്ളതാണ്. വിശുദ്ധമായ ഖുർആൻ അതിനെ സംബന്ധിച്ചൊക്കെ പറയുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വ അഹ്ലീകും നാറ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകാഗ്നിയിൽ നിന്ന് രക്ഷിക്കുവിൻ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ നമസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം, സത്യസന്ധത, വിനയം തുടങ്ങിയ കാര്യത്തിൽ നമ്മുടെ മക്കൾക്കൊരു വിശ്വസ്തത വരണം. മക്കളത് കണ്ടുപഠിക്കട്ടെ. മക്കൾ അതിലൂടെ നല്ല ഒരു തലമുറയായിട്ട് മാറും. മാത്രമല്ല, ചെറുപ്പത്തിൽ തന്നെ നിസ്കാരത്തിൻ്റെ കാര്യം പ്രത്യേകം പരിശീലനം കൊടുക്കുക. മുറു ഔലാദക്കും ബിസ്സലാ വഹും അബ്നാഉ സബ്ഇ സിനീൻ എന്ന് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം 7 വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ നിസ്കരിക്കാൻ പ്രേരിപ്പിക്കണം. എന്നിട്ട് ആ പ്രേരണ അവർക്ക് ഒരു വളരെ വലിയ മാറ്റത്തിന് തിരികൊളുത്തുമെന്നാണ്. ഈ സ്നേഹത്തോടുകൂടെയുള്ള പ്രോത്സാഹനത്തോടുകൂടെയുള്ള ഇബാദത്തിലുള്ള അവരെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഈ വിവരം മക്കൾക്ക് വളരെ ഉത്സാഹമാണ്. അത്തരത്തിൽ മക്കളുടെ നിസ്കാരമൊക്കെ ശരിയാകുമ്പോൾ ഉഷാറായി നിസ്കരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് നല്ല ഒരു പാരൻറ്റിങ്ങിൻ്റെ അടയാളമാണ്. മാത്രമല്ല, ഖുർആൻ പഠിപ്പിക്കണം. ഖുർആനിൻ്റെ ആശയം എന്താണോ അതൊക്കെ മദ്രസയിലും മറ്റൊക്കെ പോയിക്കൊണ്ട് ദിവസേന നല്ല അളവിൽ തന്നെ മദ്രസ പഠനങ്ങളൊക്കെ നടത്തിക്കൊണ്ടോ അവരെ ദീനിലേക്ക് പ്രോത്സാഹിപ്പിക്കണം. മാത്രമല്ല, മക്കളോട് നല്ല രൂപത്തിൽ പെരുമാറുക, സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. മക്കളുടെ സംശയങ്ങളൊക്കെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് മറുപടി കൊടുക്കുക. ദീനിനെ നിലനിർത്തുന്ന രൂപത്തിലുള്ള മറുപടികൾ തന്നെ ആകാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല, അവർ തിരഞ്ഞെടുക്കുന്ന കൂട്ടുകാർ നല്ലവരാണോ എന്ന് പരിശോധിക്കുക. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുക. കാരണം മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണ് എന്നാണ്, അല്ല ദീനി ഖലീലിഹി എന്നാണ്. ആ സുഹൃത്ത് എന്തൊക്കെ ചെയ്യുന്നുവോ, എന്തൊക്കെ പ്രവർത്തനത്തിൽ ഇടപെടുന്നുവോ ആ പ്രവർത്തനങ്ങളൊക്കെ തൻ്റെ സഹോദരൻ, തൻ്റെ നമ്മുടെ മക്കളായിട്ട് വരുന്ന സഹോദരന്മാരിലേക്ക് അത് ബാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് ആരുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. മറ്റൊന്ന്, ഇസ്ലാമികമായിട്ടുള്ള കഥകളും ചരിത്രങ്ങളും ഗുണപാഠങ്ങളും സ്വഹാബാക്കളുടെ ത്യാഗചരിത്രവും പണ്ഡിതന്മാരുടെ ജീവിതമൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സിൽ ഇതൊക്കെ ദീർഘകാലത്തിൽ സ്വാധീനം ചെലുത്തുമെന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. നമ്മുടെ പൂർവ്വകാല പണ്ഡിതന്മാരൊക്കെ അല്ലെങ്കിൽ പൂർവ്വകാല മനുഷ്യർ ജീവിച്ച ഈ സമുദായത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ചരിത്രങ്ങളും അതുപോലത്തെ കഥകളും ത്യാഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് മനുഷ്യത്വം എന്താണ്, ഇസ്ലാം പഠിപ്പിക്കുന്ന സ്നേഹം എന്താണ്, സൗഹൃദം എന്താണെന്നല്ല ആ ഒരു ഗുണോപദേശം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മറ്റൊന്ന്, പ്രാർത്ഥനയാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. മക്കളോട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കേണ്ടത് മാതാപിതാക്കളാണ്. അതാണ് വിശുദ്ധമായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതും. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാബാലയം സൃഷ്ടിച്ചതിന് ശേഷം ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവേ, എൻ്റെയും എൻ്റെ സന്തതികളെയും അള്ളാഹുവെ നിസ്കാരം നിലനിർത്തുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ, എൻ്റെയും എൻ്റെ സന്തതികളിൽ നിന്നും അത്തരക്കാരെ ഉണ്ടാക്കിയെടുക്കണേ എന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കൾക്ക് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മറ്റൊന്ന്, സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ കാലഘട്ടമാണ്. എല്ലായിടത്തും AI സംവിധാനങ്ങളും മറ്റു ഡിജിറ്റൽ മാധ്യമങ്ങളും ഉപകരണങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതൊക്കെ നിയന്ത്രിതമായി ഉപയോഗിക്കാൻ മാതാപിതാക്കൾ സഹായിക്കണം. അത് ഇസ്ലാമികപരമായിട്ടുള്ള ആപ്പുകളുണ്ടാവും, പ്രഭാഷണങ്ങളുണ്ടാവും, ചരിത്രങ്ങളുണ്ടാവും, കാർട്ടൂണുകളുണ്ടാവും, വീഡിയോകളുണ്ടാവും. ഇത്തരത്തിൽ മക്കൾക്ക് അവരുടെ 2 ലോകത്ത് ഉപകരിക്കുന്ന എല്ലാവിധ സാധ്യതകളും പഠിപ്പിച്ചു കൊടുക്കണം. വെറും ഈ ഭൗതികമായിട്ടുള്ള ആസ്വാദനങ്ങളിൽ മാത്രം രമിക്കുമ്പോൾ മക്കൾക്ക് മതത്തിൻ്റെ മൂല്യം നഷ്ടമാകുന്നു എന്നുള്ള ഒരു തോന്നൽ മക്കൾക്കും ഉണ്ടാകും. ആ നഷ്ടം അവരുടെ ലോകത്തെ നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് മക്കൾക്ക് ദീനിൽ നിന്നും മൂല്യം നഷ്ടപ്പെടാത്ത രൂപത്തിൽ ജീവിക്കാൻ നമ്മുടെ കൃത്യമായ സഹകരണം, സഹായം എല്ലാം വേണം. അതുപോലെ തന്നെ മക്കൾക്ക് കൃത്യമായ പ്രോത്സാഹനം കൊടുക്കണം. മക്കളൊരു പ്രവർത്തനം ചെയ്യുമ്പോൾ അതിനെ പ്രശംസിച്ചുകൊണ്ട് ചില കാര്യങ്ങൾക്ക് നമ്മൾ പ്രതിഫലം കൊടുക്കേണ്ടി വരും, സമ്മാനങ്ങൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ മക്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് നമ്മുടേതായ രൂപത്തിലുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കണം. മാത്രമല്ല, തെറ്റുകൾ സംഭവിക്കുമ്പോൾ ശിക്ഷയേക്കാൾ ഏറ്റവും നല്ലത് നല്ല രൂപത്തിലൊരു സമീപനമാണ്. ശിക്ഷ എന്ന് പറയുമ്പോൾ ആ ശിക്ഷ എന്ന് പറയുന്ന മക്കളെ സംബന്ധിച്ച് അവരുടെ മനസ്സ് ഇത്തരം ക്രൂവലായിട്ടുള്ള രൂപത്തിൽ ചിന്തിക്കാൻ സഹായിക്കുകയും മാത്രമല്ല മക്കൾക്ക് നമ്മളെ ഒരു
ബഹുമാനം എന്നതിലുപരി പേടി എന്ന രൂപത്തിൽ മാത്രമായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് നല്ല സമീപനം കൊണ്ട് മക്കളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ദീനിനെ ജീവശൈലിയായിട്ട് കൊണ്ടുവരിക, ജീവിത ശൈലിയായിട്ട് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ കൂട്ടുകുടുംബമായിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളാണ്. കുടുംബം എന്ന് പറയുമ്പോൾ തന്നെ കൂടുമ്പോൾ ഇമ്പം കിട്ടുന്ന ഒരു രസകരമായ ഒരു സംവിധാനമാണല്ലോ. അപ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ജമാഅത്തായിട്ട് നമസ്കരിക്കുക എന്നുള്ളത്, കൂട്ടമായിട്ട് നമസ്കരിക്കുക എന്നുള്ളത്. ഇത്തരത്തിൽ കൂട്ടമായിട്ട് നമസ്കരിക്കുക മാത്രമല്ല, നല്ല ഈദ് പോലുള്ള, പെരുന്നാൾ പോലുള്ള, ജുമുഅ പോലുള്ള, റമദാൻ പോലുള്ള നല്ല നല്ല ദിനരാത്രങ്ങളുണ്ടല്ലോ, അതിനെ ആഘോഷകരമായ രൂപത്തിൽ എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ അതിനെ ധന്യമാക്കുക. മാത്രമല്ല, നമ്മൾ ധർമ്മം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മക്കളെയും അതിൻ്റെ ഒരു ഭാഗമാക്കാൻ ശ്രദ്ധിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മക്കളെ ചെറുപ്പത്തിൽ തന്നെ മറ്റുള്ളവരുടെ സങ്കടം മനസ്സിലാക്കുന്ന, അവരുടെ ജീവിതത്തിൻ്റെ സ്പന്ദനം മനസ്സിലാക്കുന്ന രൂപത്തിലേക്ക് ആക്കി തീർക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, മക്കളെ ദീനിൽ അടിയുറപ്പിക്കാനുള്ള ഏറ്റവും ദീർഘമായി നമ്മൾ നടത്തിക്കൊണ്ടുവരേണ്ട ഒരു പ്രക്രിയയാണ് ഇപ്പോൾ ഞാൻ ഒരു മാതാപിതാക്കളോട് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനം, നമ്മുടെ സമീപനം അത് മക്കളോട് സ്നേഹപൂർവ്വം തന്നെയായിരിക്കണം. നല്ല വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കണം, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾക്ക് നമ്മൾ ഒരു മാതൃകയായി മാറണം. മക്കളോട് നിസ്കരിക്കാൻ പറയുന്നു, നമ്മളെ നിസ്കാരക്കാകെ അലംഭാവമാണ്. മക്കളോട് നന്നാൻ പറയുന്നു, നമ്മുടെ നാവാവട്ടെ ശരീരമാവട്ടെ പ്രവർത്തനം വളരെ മോശമാണ്. അങ്ങനെ ആകാൻ പാടില്ല. നിസ്കാരത്തിൻ്റെ പരിശീലനം കൊടുക്കുക, വിശുദ്ധമായ ഖുർആനിൻ്റെ ആശയം പഠിക്കുന്ന രൂപത്തിൽ മദ്രസ സംവിധാനം, മറ്റുള്ള വിദ്യാഭ്യാസങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നന്നാക്കുക. നല്ല സുഹൃത്തുക്കളാണോ എന്ന് പ്രത്യേകം നോക്കുക. അതുപോലെ തന്നെ സ്നേഹപൂർവ്വമായിട്ടുള്ളൊരു അന്തരീക്ഷം വീട്ടിൽ തന്നെ സൃഷ്ടിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ നമ്മുടെ മക്കളെ നമ്മുടെ ദീനിൽ തന്നെ അടിയുറച്ച് നിർത്താനുള്ള സംവിധാനങ്ങൾ, സഹകരണ മനോഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മക്കളെ ഇടയ്ക്കിടയ്ക്ക് പരിഗണിക്കണം, മക്കളുടെ വാക്കുകൾ ഇടയ്ക്ക് കേട്ട് നോക്കുക. മക്കളുടെ വാക്ക് എല്ലായ്പ്പോഴും മാതാപിതാക്കൾ അംഗീകരിക്കണമെന്നില്ല, എങ്കിൽ പോലും മക്കൾ പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് അതിൽ ഗുണമുണ്ടെങ്കിൽ അതവരെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവരുടേതായ ശൈലി അത് നടപ്പിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള എല്ലാവിധ പിന്തുണയും കൊടുക്കുമ്പോൾ മക്കൾക്ക് നമ്മുടെ മൂല്യവും മനസ്സിലാവും, വീട്ടിൽ അവർക്കൊരു ഗൗരവമുണ്ട് എന്നുള്ള ആ ഒരു പക്വതയുടെ മനോഭാവത്തിലേക്ക് മക്കൾ എത്തുകയും ചെയ്യും. അതുകൊണ്ട് കൃത്യമായിട്ട് അവരെ പരിഗണിക്കുക എന്ന് പറയുന്ന നല്ലൊരു മനസ്സ് എല്ലാ പാരൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ നമ്മുടെ മക്കളോട് നമ്മളെ ബഹുമാനിക്കണം. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ എല്ലാ രക്ഷിതാക്കളും അവരുടെ ബാപ്പന്മാരോടും ഉമ്മമാരോടും ഒരു പ്രതികരണം നന്നാക്കണം. നമ്മളോട് നമ്മുടെ മക്കൾ നല്ല രൂപത്തിൽ പെരുമാറണമെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ തന്നെ നമ്മുടെ മാതാപിതാക്കളോട് ഈ മക്കളുടെ മുന്നിൽ വെച്ചിട്ട് ഇഷ്ടകരമല്ലാത്ത രൂപത്തിൽ പറയുന്നു, അല്ലെങ്കിൽ കുശുമ്പുണ്ടാക്കുന്ന വർത്തമാനം പറയുന്നു. ഇതൊക്കെ മക്കളിൽ വളരെ രൂപത്തിൽ എഫക്റ്റ് ചെയ്യും. ഇതിൻ്റെ പരിണിതഫലം നമ്മളാണ് അനുഭവിക്കേണ്ടി വരിക. അതുകൊണ്ട് അത്തരത്തിലൊരു കുടുംബത്തിൽ കലഹം ഉണ്ടാകുന്ന രൂപത്തിലുള്ള സംസാരം മക്കളുടെ മുമ്പിൽ ഒരിക്കലും നടത്താൻ പാടില്ല, ജീവിതത്തിൽ വരാനേ പാടില്ല. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ മക്കൾക്ക് വളരെ മാതൃക ഉണ്ടാകുന്ന രൂപത്തിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം. എന്നാലും മക്കൾ ആ ഒരു സ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് അതിലെ സ്പാർക്കിനെ സ്വീകരിച്ചുകൊണ്ട് നന്നാവുകയുള്ളൂ. അല്ലാഹു മക്കളെ നന്നാക്കി തരട്ടെ, നമ്മളെയും അല്ലാഹു നന്നാക്കി തരട്ടെ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്നി വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. അല്ലാഹു ഞങ്ങൾ കൺകുളിർമയേകുന്ന മക്കളെ നൽകണേ എന്ന് പറഞ്ഞിട്ട് അതിൽ തന്നെ പറയുന്നത് ആ കൺകുളിർമയുള്ള മക്കൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റുന്ന ആൾക്കാരെ ഞങ്ങളെ മാറ്റണമെന്നാണ്. അതായത് മക്കൾ കൺകുളിർമയായിട്ട് നമുക്ക് തോന്നുന്നത് മക്കൾ നന്നാവുമ്പോഴാണ്. ആ നന്നായ മക്കൾ നമ്മെ ഇമാമാക്കണമെങ്കിൽ നമ്മൾ അതിനേക്കാളും നന്നാവണമെന്നുള്ള ആ പ്രാർത്ഥന ജീവിതത്തിൽ എപ്പോഴും പതിവാക്കിക്കോളൂ. അല്ലാഹു നമ്മളെ മക്കൾ നന്നാകട്ടെ.